ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്രാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് നമ്മളൊരു 3 മാസം മുമ്പ് ചട്ടിയിലേക്ക് മാറ്റിയ ഒരു കുറ്റിക്കുരുമുളകിൻ്റെ ചെടിയാണ്. അപ്പം വളർന്ന് 3 മാസം കൊണ്ട് തന്നെ പൂവിടൽ തുടങ്ങി. അപ്പോൾ അതിപ്പോൾ ഉള്ളത് ടെറസിലാണ് നമ്മൾ വെച്ചത്. ടെറസിൽ നല്ല വെയിലൊക്കെ ഉള്ള ഭാഗത്താണ് വെച്ചത്. അപ്പോൾ എന്താണ് ഇത്, ആദ്യമായിട്ടാണ് കുറ്റിക്കുരുമുളകിൻ്റെ ചെടി വെക്കുന്നത്. അപ്പോൾ ഇതാണത് സാധനം. ഇത് 3 മാസം ആയിട്ടുള്ളത് ചട്ടിയിലേക്ക് മാറ്റി വെച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് കുറേ തിരികളൊക്കെ നുള്ളി ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ലേശം ഒന്ന് കരുത്ത് വന്നേരം ഞാനിപ്പോൾ അത് തിരിയമേൽ നിർത്തിയതാണ്. ഇഷ്ടംപോലെ തിരികളുണ്ടായി വരുന്നുണ്ട്. എല്ലാ തുമ്പത്തും തിരികൾ ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. കുറേ ഞാൻ ചെറിയൊക്കെ നുള്ളി ഒഴിവാക്കി, അപ്പോൾ ഒന്ന് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ 2 മാസം 1.5 മാസം കൊണ്ട് തന്നെ തിരിയിടൽ തുടങ്ങിയിരുന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ നുള്ളി ഒഴിവാക്കിയതാണ്. ഇപ്പോൾ നുള്ളി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഈ ചെടിക്ക് ഒരു വളർച്ച കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ലേശം കുറച്ചൊക്കെ വളർച്ച കിട്ടിക്കുക. അപ്പോൾ ഞാൻ തിരിയൊക്കെ കൈമേൽ നിർത്തിയതാണ്. കുറച്ച് ഇനി ഒന്ന് വളപ്രയോഗം ചെയ്ത് കൊടുക്കണം. ചാണകപ്പൊടി, കുറച്ച് ചാണകം കലക്കി സ്ലറിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ആർക്കും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുള്ള തന്നെ തണ്ട് പിന്നെ അതിന് കവറിൽ നമ്മൾ എടുത്തതാണ്. ആർക്കും ചെയ്യാൻ പറ്റില്ല. അതായത് ഈ പിന്നെ കീറുതല കണ്ണി ആണ് നമുക്ക് വേണ്ടത്. ഈ കുറ്റിക്കുരുമുളകിന് നമ്മൾ പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്ന കണ്ണികൾ, ആ തിരി ഉണ്ടാകുന്ന കണ്ണികളാണ് കുറ്റിക്കുരുമുളകിന് ആവശ്യം. മറ്റേ കീറല തന്നെ അതങ്ങനെ കീറി പോവുക ചെയ്യുക. അത് കുറ്റിക്കുരുമുളകായിട്ട് പടർന്ന് പിടിച്ച് നിൽക്കില്ല. ഇതിപ്പോൾ നമ്മൾ ആദ്യം 1 വർഷം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയല്ല. നമ്മൾ വീട്ടിലത്തെ മുളക് മരത്തുനിന്ന് പിന്നെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്തുകഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇത് 2 ചട്ടിയിൽ 4-5 എണ്ണം ഉണ്ടാക്കിയാൽ അതിൽ 2-3 എണ്ണമാണ് നമുക്ക് പിടിച്ചിട്ടിയത് അന്ന്. ഇത് ചില സമയത്ത് നമുക്ക് പിടിച്ചിട്ടില്ല. ഈ നല്ല വേനലിൽ പിടിച്ചിട്ടില്ല, അതുപോലെ നല്ല മഴയത്തൊന്നും പിടിക്കില്ല ചില സമയത്ത്. എന്നാലും എല്ലാവർക്കും നോക്കാൻ പറ്റിയാണ്. കുറേ ഈ കണ്ണികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കവറിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ വേര് പിടിച്ചിട്ടിയാൽ നല്ല രസമാണ്. ചട്ടിയിലേക്ക് മാറ്റിക്കുകയാണെങ്കിൽ ഏത് സമയത്തും മുളക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വന്ന് കുറേ മുളക് പഴുത്തൊക്കെ പറിച്ച് ശരിക്കും സീസണൊന്നും ആയിട്ടില്ല. എല്ലാ സീസണിലും മുളക് ഉണ്ടാവും. ഇപ്പോൾ ഒരു തലക്കൽ മുളക് പിന്നെ തിരിയിട്ടും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു തലക്കൽ പിന്നെ നമ്മൾ പറിക്കാനത് പഴുത്തതുണ്ട്, പച്ചയുണ്ട്. ഏത് സമയത്ത് നമുക്ക് പച്ചമുളകൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ പച്ചക്ക് നമുക്ക് കുരുമുളക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറിച്ചും കഴിഞ്ഞ് അരക്കാനൊക്കെ പറ്റിയ ഏത് സമയത്തും നമ്മൾ മുളകുണ്ടാവും. ഒരു 4-5 ചട്ടിയിലുണ്ടായാൽ മതി. ഞാനിപ്പോൾ 2-3 ചട്ടി, വേറെ ചട്ടി ഉണ്ടായി, ഒരു ചട്ടി പൊട്ടിപ്പോയി, അങ്ങനെ ഒഴിവായി പോയി. ഒരു ചട്ടി ഞാൻ ടെറസിൽ കൊണ്ടുവച്ചതാണ്. ആ ടെറസിലുള്ള ഈ ചട്ടിയിലേക്ക് മാറ്റി ഞാൻ ടെറസ് കൊണ്ടുവച്ചാണ്. നല്ല വെയിലൊക്കെ കിട്ടുന്ന പിന്നെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് ഇപ്പോൾ ടെറസിൽ നിൽക്കുന്നത്. നല്ല തിരിയുണ്ട്. ആദ്യം തന്നെ ഇതൊരു 1-1.5 മാസം കഴിയുമ്പോൾ തന്നെ തിരി ഇടൽ തുടങ്ങി. എല്ലാവരും പറയുന്ന 1 വർഷമൊന്നും വേണ്ട, ഇത് പിടിച്ചിട്ട് പെട്ടെന്ന് തിരി ഉണ്ടാവും. നല്ല പിന്നെ വള്ളിയിൽ നിന്ന് എടുക്കണമെന്നുള്ളൂ. നല്ല മുളകുണ്ടാകുന്ന കുരുമുളക് ഉണ്ടാകുന്ന ഒരു വള്ളിയിൽ നിന്ന് എടുക്കണമെന്നുള്ളൂ. അത്ര പ്രശ്നമുള്ളൂ. പെട്ടെന്ന് തിരി ഉണ്ടാവും. ഇതിന് ഇത്ര കൊല്ലമാണോ എന്നൊന്നും ഒരു കണക്കില്ല. 1 കൊല്ലമായ 2 കൊല്ലമായ ഏത് ഇതിൽ നിന്നാണെങ്കിലും നമുക്ക് എടുക്കാം. നല്ല വള്ളി, നല്ല കണ്ണി നോക്കി എടുക്കുക. അത്രയേ ഉള്ളൂ ഇതിന് പ്രശ്നം. പെട്ടെന്ന് എനിക്ക് ഏകദേശം എല്ലാ 6 മാസത്തിൻ്റെ ഉള്ളിൽ, 1 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ തിരിയിട്ട് തുടങ്ങി. ഇതിപ്പോൾ തന്നെ 3 മാസമായിട്ടുള്ളൂ. 3 മാസമല്ല, അതിൻ്റെ മുമ്പ് നമ്മൾ ഇതിലേക്ക് ചട്ടിയിലേക്ക് മാറ്റി 1 മാസം കഴിയുമ്പോൾ തന്നെ തിരിയിടൽ തുടങ്ങി. പക്ഷേ അന്ന് ഇങ്ങനെ തിരി നുള്ളി ഒന്ന് വളർന്ന് കിട്ടാൻ വേണ്ടി നുള്ളി ഇങ്ങനെ ഇപ്പം 3 മാസം കഴിഞ്ഞിട്ട്. ഇപ്പം ഞാൻ കുറച്ച് ടൈമിൽ വെച്ചതാണ്. ഇപ്പോഴും വെക്കാനായിട്ടില്ല. നല്ലോണം അങ്ങോട്ട് ബുഷായിട്ട് വളർന്നിട്ടില്ല. എങ്കിലും എനിക്കൊരു പോകാൻ തോന്നിയിട്ട് ഞാനവിടെ വെച്ചതാണ്. ഇത് നമ്മൾ ആദ്യത്തേനാണ്. ഇതിൽ നല്ലോണം മുളകുണ്ടായിരുന്നു. അപ്പം കുറേ പറിച്ച് ഇപ്പോൾ നമ്മൾ കുറേ വിളവെടുത്ത്. എന്നാലും ഉണ്ട് ഇതിലൊരു ചട്ടിയിൽ ഇതിന് നല്ലോണം ഉണ്ട്. അതിന് മുകളിൽ മൂപ്പായിട്ടില്ല. മൂപ്പായതിന് അടുത്ത സെക്ഷൻ വരാൻ പോകുന്നുണ്ട്.
മൂപ്പാത്തു എല്ലാം ഉണ്ട് അതിൽ. നല്ലൊരു ഐഡിയ ആണത്. ആർക്കും ചെയ്യാൻ പറ്റിയാണ്. ഒരു സ്ഥലമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. എല്ലാവരും ശ്രമിച്ചു നോക്കുക. അത് ഒരു അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ കുരുമുളക്. ഇപ്പം നമ്മൾ ആദ്യം നമുക്ക് വീട്ടിൽ ഈ കുരുമുളകൊന്നും ഇല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങി. ഇപ്പം നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ